ഇപ്പോൾ രാഹുൽ ഗാന്ധി പുഞ്ചിരിമട്ടത്തു നിന്നും മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വൈറ്റ് കാർഡ് ഒന്ന് ക്ലിയർ ചെയ്യും. सर सर क्या सिचुएशन है सर? क्या है, क्या बोलना चाहोगे? അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, എവിടെയൊക്കെയാണ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചത്? ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇനി പോകുന്നുണ്ട്? उधर से नहीं छोड़ते, छोटा चेक आगे मशीन के अंदर भी छोड़ेगा तो मिलेगा। थोड़ा जल्दी होने ആദ്യ ചുരൽമലയുടെ ആ തുടക്ക സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ന് ഏറ്റവും ആദ്യം, അതായത് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായി പറയപ്പെടുന്ന പുഞ്ചിരിമട്ടത്താണ് അദ്ദേഹം ആദ്യം എത്തിയത്. അതിനുശേഷം നേരെ ഉണ്ടക്കൈ പള്ളിയുടെ നേരെ താഴെ അല്പസമയം വാഹനം നിർത്തി അവിടെ ഈ ദുരിതബാധിതരായിട്ടുള്ള രണ്ടോ മൂന്നോ വ്യക്തികളോട് അല്പം വാഹനത്തിൽ നിന്ന് തന്നെ അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ തിരികെ മടങ്ങിയിരിക്കുകയാണ്. ഇതിന് താഴെ ചുരൽമല മേഖലയിലും അദ്ദേഹം വാഹനത്തിൽ നിർത്തി കാര്യങ്ങൾ അന്വേഷിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇന്ന് തന്നെ ഇവിടെ നിന്നും വയനാട്ടിൽ നിന്നും മടങ്ങുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പായി ഈ ദുരിതാശ്വാസ മേഖല അല്ലെങ്കിൽ ദുരിതബാധിത മേഖലകൾ മുഖ്യമായ തോതിൽ വിലയിരുത്തുക, അതിനാവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കേണ്ടതുണ്ട് എങ്കിൽ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി സംസാരിച്ചതുമാണ്. അപ്പോൾ അത്തരത്തിൽ അത് ഏതൊക്കെ തരത്തിലാണ് ഈ മേഖലയിൽ ഈ ദുരിതബാധിത പ്രദേശങ്ങളിൽ പുനരധിവാസം നടക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇവരെ മാറ്റിപ്പാർത്തേക്ക് വരുമോ എന്നുള്ളതെല്ലാം ഒരു സംശയകരമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖല ഒന്ന് നേരിട്ട് കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഈ ദുരിതബാധിത പ്രദേശം സന്ദർശിച്ചതിന് ശേഷം ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. പുഞ്ചിരിമട്ടത്താണ് ആദ്യം സന്ദർശനം നടത്തിയത്. അതായത് ഇതിന്റെ ഏറ്റവും മുകൾ തട്ടിലാണ്, അവിടെയാണ് ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രമായി പറയപ്പെടുന്നത്. അതിനുശേഷം മുണ്ടക്കൈ മസ്ജിദിന് താഴെയും അതുപോലെ തന്നെ ഈ ചൂരൽമലയുടെ ഈ ബെയിലി പാലം നിർമ്മാണം നടക്കുന്നതിന് തൊട്ടടുത്ത ഈ ദുരിതബാധിത മേഖലകളെല്ലാം തന്നെ വാഹനത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നിരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിനോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും വാഹനത്തിലുണ്ടായിരുന്നു. ഈ സിറ്റിക്ക് MLA ഉൾപ്പെടെയുള്ളവർ ആ വാഹനത്തിലുണ്ടായിരുന്നു. കൃത്യമായ തോതിൽ രാഹുൽ ഗാന്ധിയോട് സൈനിക ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജീവനക്കാരും എല്ലാവരും തന്നെ ഇന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്.